അപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് നമ്മുടെ വാലന്റൈന് നമുക്കൊരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ബ്യൂട്ടി വരണത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള സാറ്റിൻ റിബൺ വെച്ച് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ നേരെ വാഴയിലോട്ട് മാറിട്ടോ. ഇതും അത്യാവശ്യം ട്രെൻഡായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ വാഴയില വെള്ളത്തിലൊന്ന് കുതിർക്കുക. എന്നിട്ടൊരു ഈർക്കമ്മേൽ ആദ്യമേ ഒരു മൊട്ട് പോലെ ഉണ്ട പോലെ ആക്കിയിട്ട് നൂല് വെച്ച് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസായിട്ട് ഇങ്ങനെ ചുരുക്കി ചുരുക്കി വെച്ചിട്ട് നൂല് കെട്ടുക. അപ്പോഴത്തേനും നമുക്കൊരു വലിയൊരു ഫ്ലവർ കിട്ടും. ഒരുപാട് പെറ്റൽസ് വേണമെങ്കിൽ അപ്പം നല്ല വിരിഞ്ഞ് വലിയ പൂവായിട്ട് കിട്ടും. ഞാനൊരു മീഡിയം സൈസ് വെച്ച് ചെയ്തിട്ട് ആ നൂല് വെച്ച് നമ്മൾ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ആ നൂല് അഴിഞ്ഞ് പോകാണ്ട് പൂവൊന്നും ഇതിനായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് മാസ്കിങ് ടേപ്പും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5-6 നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് കളർ റോസാണോ വേണ്ടത് ആ കളർ അടിച്ചു കൊടുക്കാവേ. ഞാനിവിടെ റെഡ് റോസ് ആയതുകൊണ്ട് റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ചെറിയൊരു ഷൈനിങ്ങിന് വേണ്ടി ഗോൾഡൻ കളറും കൂടെ അതിൻ്റെ തുഞ്ചത്തായിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഈ കാണിച്ച കുഴിയിട്ട പേപ്പർ നിങ്ങൾ മൈൻഡ് ആക്കേണ്ട, അത് ഞാൻ എടുത്തിട്ടില്ല. രണ്ടാമത്തെ ആ ഇത് ചെയ്യാനായിട്ട് ആ ഒരു ഫുൾ ഷീറ്റ് പേപ്പർ ഞാനിങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. താഴത്തത് ചെയ്യാനായിട്ട് എൻ്റെ ഉപ്പാടും ചപ്പാടും വെളിയിൽ വന്ന് എന്നിട്ടും പറ്റില്ല. പിന്നെ അവസാനം കപ്പലിൽ പൊതിയുന്ന പോലെ അങ്ങ് പൊതിച്ചു വെച്ചു. പക്ഷേ അവസാനം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര പ്ലെയിനായി പോയതുകൊണ്ട് നമ്മളാണെങ്കിൽ ഉള്ളിൽ കുറച്ച് വെള്ള ജിപ്സണോ ആ സാധനമൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ക്രോഷേ കൊണ്ട് ഒരു ബോയ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.